പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഏലി ഏലി ലമാ ശബാത്താനി. എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, എന്തുകൊണ്ട് നീ എന്നെ കൈവിട്ടു? യേശുനാഥൻ കുരിശിൽ വാ വിട്ട് നിലവിളിക്കുകയാണ്. ഇത്രയേറെ മുൾക്കിടം, ചാട്ടവാറടി, ചമ്മട്ടിയടി ഒക്കെ ഏൽക്കുമ്പോഴും യേശുനാഥനെ പരാതിയില്ല, യേശുനാഥനെ പിറുപിറുപ്പില്ല, യേശുനാഥനെ സഹതാപമാണ് അവൻ്റെ മേൽ അടിക്കുമ്പോഴും തുപ്പുമ്പോഴും മുൾക്കിടം ശിരസിൽ അണിയുമ്പോഴും അവരെ നോക്കിയിട്ട് സഹതാപമാണ് യേശുവിന് തോന്നുന്നത്. കാരണം പിതാവിൻ്റെ ഇഷ്ടം പുത്രനായ യേശുനാഥൻ നിറവേറ്റുകയാണ്. നമ്മൾക്ക് വേണ്ടി നമ്മുടെ പാപപരിഹാര ബലിയായി ഗാഗുൽത്താ മലയിൽ മാറാൻ പോകുന്നു. യേശുനാഥൻ സ്ഥാപിച്ച കുർബാനയുടെ ശക്തി നമ്മൾ ഒരു നിമിഷം തിരിച്ചറിയണം. ഇന്ന് ഞായറാഴ്ചയാണ്. കർത്താവിൻ്റെ കുർബാനയിൽ പങ്കെടുക്കാൻ വരുന്ന സഹോദരി, അവൻ സഹിച്ച് കുർബാന ഒരുക്കിയത് എങ്ങനെയാണെന്ന് നിങ്ങൾ 6-ാം ദിവസമാണെന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത്. അത് കേൾക്കാതെ പോകുന്ന സഹോദരി, കർത്താവ് ഇതിൽ പറയുന്നുണ്ട് മൂഢൻ എന്ന്. മറ്റു പുസ്തകങ്ങൾ വായിക്കാൻ വളരെ ദാഹമായിരിക്കും, പക്ഷേ അവൻ്റെ ശരീരവും രക്തവും നമുക്ക് ജീവനായി തരുന്നതിൽ അഭിമാനിക്കേണ്ടതിനെ അത് കേൾക്കാതെ പോകുന്ന ഒരുപാട് ഉണ്ടെന്നുള്ളത് കർത്താവ് എനിക്ക് വെളിപ്പെടുത്തി തന്നിട്ടുണ്ട്. നോക്കിയിട്ട് അങ്ങോട്ട് പോകും. എന്തുകൊണ്ടാണെന്നറിയാമോ? നീ രക്ഷപ്പെടാൻ പാടില്ലെന്ന് ദുഷ്ടനായ സാത്താൻ നിനക്ക് കെണി ഒരുക്കി വച്ചിട്ടുണ്ട്. കർത്താവിൻ്റെ ജീവിത ചരിത്രം മുഴുവൻ വായിച്ചു വരുമ്പോൾ എന്ത് സംഭവിക്കുമെന്നറിയാമോ? അവൻ്റെ ശരീരവും രക്തവും മാംസവും എല്ലാം കർത്താവിൻ്റെതായിട്ട് മാറും. 50 വയസ്സ് 60 വയസ്സായിട്ടുള്ളവരൊക്കെ ഇങ്ങനെ തുള്ളിച്ചാടി നടക്കുന്നുണ്ടെങ്കിലും ഹോസ്പിറ്റലിൽ പോയി ചെക്ക് ചെയ്യുമ്പോഴേ അറിയൂ നിനക്കൊരു ബ്ലോക്ക് ഉണ്ടെന്ന്. അത് 4-ാം സ്റ്റേജിലേക്കാന്ന് പറഞ്ഞാൽ തീർന്നു, അറിയില്ല. പക്ഷെ കർത്താവിൻ്റെ വചനവും കേൾക്കുകയും ധ്യാനിക്കുകയും ചെയ്യുമ്പോൾ അത് കർത്താവ് എടുത്തു കളയും, എടുത്തു മാറ്റും. അറിയില്ല, നമ്മളിപ്പോഴൊന്നും അറിയില്ല. തിന്ന് കുടിച്ച് ജീവിച്ചിങ്ങനെ പോകും. ഒരു ദിവസം വീണു പോയാൽ പോയി, ആരും ഉണ്ടാവില്ല എഴുന്നേൽക്കാൻ. കർത്താവിൻ്റെ വചനം നമ്മൾ കേൾക്കണം. 1 മണിക്കൂർ കർത്താവ് പറയുന്നില്ലേ, ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവിൻ, ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവിൻ. 1 മണിക്കൂർ. മനുഷ്യൻ ഉറങ്ങുകയായിരുന്നു. വീണ്ടും യേശുനാഥൻ വന്ന് ചോദിച്ചു, നിങ്ങൾ ഉറങ്ങുകയാണോ? പ്രലോഭനത്തിൽ ഉൾപ്പെടാതെ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുക. വീണ്ടും പോയി, വീണ്ടും വന്നു 3-ാം പ്രാവശ്യം. അവർ ഉറങ്ങിയാണ്, നമ്മളും ഉറങ്ങിയാണ്. എന്ത് സംഭവിച്ചവിടെ? സാത്താൻ അവർക്ക് ഭയം കൊണ്ടുവന്നു. യേശുവിന് 30 വെള്ളിക്കാശിന് യൂദാസ് വെട്ടിക്കൊടുത്തപ്പോൾ ആ യഹൂദ പടയാളികളെ കണ്ടിട്ട് അവരെല്ലാവരും ഓടിപ്പോയി. യേശുനാഥൻ പറഞ്ഞു, പ്രലോഭനത്തിൽ ഉൾപ്പെടാതെ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുക. ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുന്നവൻ ഒരു മനുഷ്യൻ്റെ മുമ്പിൽ ഭയപ്പെടുകയില്ല. അവൻ്റെ കവളുകൾ കാണിച്ചു കൊടുക്കും, അവൻ്റെ തല കാണിച്ചു കൊടുക്കും, വെട്ടാൻ പറയും. എന്തുകൊണ്ടാണെന്നറിയാമോ? അവനിൽ പ്രവർത്തിക്കുന്ന പരിശുദ്ധാത്മാവ്. ഈ ക്രിസ്തുനാഥൻ്റെ ശരീരവും രക്തവും ഭക്ഷിക്കുന്ന സഹോദര, അവൻ പറയുന്നു 1 മണിക്കൂർ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവിൻ, പ്രലോഭനത്തിൽ ഉൾപ്പെടരുത്, അകപ്പെടാതെ സൂക്ഷിച്ചുള്ളവൻ. പ്രലോഭകൻ വന്നാൽ അവൻ ആദ്യം ചെയ്യണത് 3 മേഖലകളായിരിക്കും. 1, സമ്പത്ത് അവൻ ഞെരുക്കി കളയും. 2, നമ്മുടെ ബന്ധങ്ങളെ തകർക്കും. 3, അവൻ്റെ ശരീരത്തിൽ
ഡോക്ടർമാർക്ക് പോലും കണ്ടുപിടിക്കാൻ പറ്റാത്ത രോഗപീഠ കുത്തിവെക്കും. മരുന്ന് കൊടുത്താൽ അത് ശരീരത്തിൽ ഏക്കില്ല. എത്ര എണ്ണോ കിടക്കണമെന്നറിയാമോ? മരുന്നേക്കില്ല. അവൻ വലിച്ചെടുക്കും. അവൻ പുറത്ത് വേണം. കർത്താവ് പറയുന്നില്ലേ, അവനെ വിട്ട് ഇറങ്ങി വരിക, അപ്പം നിങ്ങൾ രക്ഷപ്പെടുക. അവനെ വിട്ട് ഇറങ്ങി വരണം. ഒറ്റ മരുന്നേ ഉള്ളൂ. വചനം കേൾക്കണം, വചനം വായിക്കണം. 1 മണിക്കൂർ ഒരു ദിവസം. 24 മണിക്കൂറിൽ 23 മണിക്കൂറും നിങ്ങൾ അട്ടഹസിച്ച് നടന്നോളൂ. പക്ഷെ 1 മണിക്കൂർ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കാൻ കുർബാനയായ യേശുനാഥൻ പറയുന്നു. ഇന്ന് നമുക്ക് ശ്രവിക്കാൻ പോകുന്ന വചനം മത്തായിയുടെ സുവിശേഷം 27-ാം അധ്യായം 27 മുതലുള്ള വചനമാണ്. യേശുനാഥനെ ഇന്ന് കുരിശിൽ തറയ്ക്കുന്ന ഭാഗമാണ് നമ്മൾ വായിക്കാൻ പോകുന്നത്. പച്ച മനുഷ്യനായ ദൈവപുത്രനെ യഹൂദ പടയാളികൾ 3 കാരിരുമ്പാണികൾ കുരിശിൽ തറയ്ക്കുന്ന ഗാഗുൽത്താ മലയിൽ. അവനിൽ പരാതിയില്ല, അവനിൽ വിഷമമില്ല. പക്ഷെ ഒന്നുണ്ടായിരുന്നു. കുരിശിൽ മരിക്കാറായപ്പോൾ എൻ്റെ പിതാവ് എന്നെ വിട്ടുകളഞ്ഞോ എന്ന് അവൻ കരയാൻ തുടങ്ങി. ഇതാണ് ഓരോ മനുഷ്യൻ്റെയും ജീവിതത്തിലുള്ളത്. അവസാനം അവൻ കരയേണ്ടി വരും, രോഗം മൂലം. എന്നാൽ കർത്താവ് എൻ്റെ കൂടെ ഉണ്ടെന്നുള്ളത് പറയണത് അവൻ കരയേണ്ടി വരില്ല. യേശുനാഥനെ നോക്കി, അവൻ മനുഷ്യനായിരുന്നു, പക്ഷെ ദൈവപുത്രനാണ്. പച്ച മനുഷ്യൻ കുരിശിൽ കിടന്നപ്പോൾ പിതാവ് എന്നെ വിട്ടുകളയോ എന്ന ഉപേക്ഷത്തിൽ അവൻ ഉറക്കെ കരഞ്ഞു. ഏലി ഏലി ലമാ ശബാതാനി, എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്തുകൊണ്ട് എന്നെ കൈവിട്ടെന്ന് യേശു കരയുന്നത് പിതാവിൻ്റെ മുമ്പിലാണ്. ഇത്രയേറെ അടികളും തുപ്പും ആക്ഷേപങ്ങളെല്ലാം കണ്ടിട്ടും കേട്ടിട്ടും യേശുനാഥൻ മിണ്ടുന്നില്ല. അവിടുത്തെ ബലി പൂർത്തിയാക്കിയാണ്. പിതാവ് മഹത്വപ്പെടാൻ, പുത്രൻ മഹത്വപ്പെടാൻ, പിതാവിലൂടെ പുത്രൻ മഹത്വപ്പെടാൻ, പുത്രൻ പിതാവിനെ മഹത്വപ്പെടുത്തുന്നു, പിതാവ് പുത്രനെ മഹത്വപ്പെടുത്തുന്നു കുർബാനയായി. വചനം ശ്രവിക്കാം. അനന്തരം ദേശാധിപതിയുടെ പടയാളികൾ യേശുവിനെ പ്രത്തോറിയത്തിലേക്ക് കൊണ്ടുപോയി. ഒരു സ്ഥലത്തേക്ക് യേശുനാഥനെ കൊണ്ടുപോയി. സൈന്യ വിഭാഗത്തിൽ മുഴുവൻ അവനെതിരെ അണിഞ്ഞിരുത്തി. യേശുവിനെ ഇങ്ങനെ കൊണ്ടുപോകുമ്പോൾ അതിൻ്റെ നിരനിരയായിട്ട് സൈന്യം, മിലിറ്ററികൾ മുഴുവനും അങ്ങോട്ട് അണിഞ്ഞു നിരത്തി. എന്താണെന്ന് നോക്കിക്കൊള്ളാം കേട്ടോ. ഹല്ലേലൂയ. അവർ അവൻ്റെ വസ്ത്രം ഉരിഞ്ഞു മാറ്റി. യേശുനാഥൻ ഇട്ടിരിക്കുന്ന വസ്ത്രത്തിൻ്റെ ഒരു പ്രത്യേകത, അതിൽ തയ്യലില്ല, തുന്നലില്ലാത്ത ഒറ്റ ഡ്രസ്സാണ്. അതാ അവരങ്ങോട്ട് ഉരിഞ്ഞു മാറ്റിയിട്ട് അവർ വേറെ ഒരു ചുമന്ന കുപ്പായം അവനെ ധരിപ്പിക്കുക. അവൻ്റെ വസ്ത്രം അവർ ഉരിഞ്ഞു മാറ്റി വേറെ ഒരു കുപ്പായം എടുത്തിട്ട് അവൻ്റെ ശരീരത്തിൽ അവർ അണിയുകയാണ്. ഹല്ലേലൂയ. ഒരു ചുമന്ന പുറംകുപ്പായം, ചുമന്ന കുപ്പായം എടുത്തിട്ട് യേശുവിനെ അണിയിക്കുകയാണ്. യേശുവിൻ്റെ തുന്നൽ ഇല്ലാത്ത വസ്ത്രം ഉരിഞ്ഞു മാറ്റിയിട്ട് അവർ തയ്ച്ചു കൊണ്ടുവന്ന ഒരു ഡ്രസ്സ് എടുത്തിട്ട് യേശുനാഥനെ അണിയിക്കുകയാണ്. എന്നിട്ടാണ് ഇവർ കൊണ്ടുപോകുന്നത് ഗാഗുൽത്താ മലയിലേക്ക്, കുരിശിൽ തറയ്ക്കാൻ കൊണ്ടുപോവുകയാണ്. ഒരു മുൾക്കിരീടം മെനഞ്ഞ് അവൻ്റെ ശിരസിൽ വെച്ചു. മുൾക്കിരീടം ഉണ്ടാക്കിയിട്ട് അവൻ്റെ ശിരസിൽ വയ്ക്കാന്ന് പറയുന്നത് നിസ്സാരമല്ല. 1 ഇഞ്ച് 1.25 ഇഞ്ച് മുള്ള് നീളമുള്ള ആ മുൾക്കിരീടം ശിരസിൽ വെച്ചിട്ട് മറ്റൊരു കമ്പെടുത്തിട്ട് അത് അവൻ്റെ ശിരസിലേക്ക് ഇങ്ങനെ തറച്ച് കയറ്റും. അപ്പോൾ അങ്ങോട്ട് അകത്തോട്ട് കയറുമെന്നുള്ളൂ. ഒന്ന് ആലോചിച്ച് നോക്കിയേ. ചിന്തിക്കാനോ ആലോചിക്കാനോ ഒക്കെ വെറുതെ വയ്ക്കല്ല. ആ മുൾക്കിടം ശിരസിൽ വെച്ചിട്ട് അങ്ങോട്ട് അമർത്തി കഴിയുമ്പോൾ അത് ദശയിലേക്ക്, ട്രെയിനിലേക്ക് അങ്ങോട്ട് അകന്ന് കയറിയാണ്.
ഭയങ്കര വേദനയും രക്തം തന്നെ. ആലോചിച്ച് നോക്കി, വിശ്വനാഥൻ തടയെ ഓടിപ്പോകെ തലകുനിക്ക് ഒന്നും ചെയ്തില്ല. അവൻ ശാന്തശീലനായി ഇരുന്നു. ഇനി എന്ത് വേണേലും, കാരണം പിതാവിനെ എനിക്ക് മറക്കപ്പെടുന്നു. അപ്പോൾ പിതാവ് എന്നെ കുർബാനയിൽ യേശുവേ നന്ദി. വലത്തെ കയ്യിൽ ഒരു ഞാങ്ങണയും കൊടുത്തു. അവന്റെ വലത്തെ കയ്യിൽ ഒരു ഞാങ്ങണയും കൊടുത്തു. യേശു അത് എറിഞ്ഞു കളഞ്ഞ ഇല്ല, അവനത് സ്വീകരിച്ചു. അവനത് കയ്യോടെ കയറി പിടിച്ചിട്ട് കൈ പിടിച്ചേക്കുന്നുണ്ട്. ആലോചിക്കുക, അതുഗ്രമായ വേദന ശിരസിൽ മുൾക്കിടമണിഞ്ഞിട്ട് അവിടെ നിന്ന് രക്തം വാർന്നൊഴുകുന്നു. സഹിക്കാൻ പറ്റാത്ത വേദന. ആ വേദനയിലൂടെ ഒരു ഞാങ്ങണയിൽ കൊടുത്തപ്പോൾ അത് അവൻ കരം കൊണ്ട് ഏറ്റുവാങ്ങി കരം കൊണ്ട് പിടിച്ചിരിക്കുകയാണ്. അവൻ്റെ മുമ്പിൽ അവർ മുട്ടുകുത്തി. എന്നിട്ട് യഹൂദന്മാരെ അങ്ങാട് അവരുടെ മുമ്പിൽ അങ്ങാട് മുട്ടുകുത്തി ആക്ഷേപിക്കാൻ വീണത്. ആലോചിച്ചേക്ക്, മുട്ടുകുത്തിക്കൊണ്ട് യഹൂദ രാജാവേ സ്വസ്തി എന്ന് പറഞ്ഞു. യഹൂദ രാജാവേ സ്വസ്തി എന്ന് പറഞ്ഞുകൊണ്ട് മുൾക്കിടവും കയ്യിലൊരു ഞാങ്ങണയും കൊടുത്തുകൊണ്ട് ആക്ഷേപിക്കുന്ന കർത്താവിനെ. എന്താണല്ലേ എന്നാലോചിച്ചേക്ക്. ഹല്ലേലൂയ. അവർ അവനെ പരിഹസിച്ചു. അങ്ങനെ പറഞ്ഞ് യേശുനാഥനെ പരിഹസിക്കുകയാണ്. യേശുവേ നന്ദി, യേശുവേ ആരാധന. അവർ അവന്റെ മേൽ തുപ്പി, വീണ്ടും തുപ്പിയാണ്. ആർക്കിച്ചങ്ങോട്ട് തുപ്പിയാണ്. എന്താണെന്ന് നോക്കി, യേശുനാഥന് ഒരു അക്ഷരം മിണ്ടുന്നില്ല. വേദന സഹിക്കുന്നുണ്ട്. അടിയേറ്റ വേദന ഒന്ന്, രണ്ടാമത് ചമ്മട്ടികളാൽ അടിക്കപ്പെട്ടത് അത് വേറെ, മൂന്ന് പാരമേറിയ കുരിശുമായി കുഞ്ഞുകുത്തി മുഖം മുത്തി വീഴുന്ന വേദന അത് വേറെ, നാല് മുൾക്കിടം ശിരസിലണിഞ്ഞ് ചോര വാർന്നൊഴുകുന്ന വേദന, അഞ്ച് മുഖത്ത് തുപ്പണ, ആറ് അവന്റെ മുൻപിൽ മുട്ടുകുത്തി അവനെ കളിയാക്കുന്നു. എല്ലാം സഹിക്കുക. ആർക്കു വേണ്ടി? നമ്മൾ ഓരോരുത്തർക്കും വേണ്ടി യേശുനാഥൻ കുർബാനയായി മാറുകയാണ്. ഇന്നത്തെ കുർബാന നമ്മൾ അർപ്പിക്കുമ്പോൾ ഈ വചനം കേൾക്കുന്ന സഹോദര സഹോദരി ഒരു 5 സെക്കൻഡ് ഈ കർത്താവിന്റെ കുരിശുമരണം നമ്മുടെ ഹൃദയത്തിലേക്ക് ഒന്ന് കൊണ്ടുവരണം. എന്നിട്ട് നീ ഭക്ഷിച്ചു നോക്കിയ യേശുവിന്റെ ശരീരം, അപ്പം നീ അത് അറിയാൻ പറ്റും. നമുക്ക് എന്താണ് കർത്താവിന്റെ ശരീരം, എന്തുമാത്രം വില കൊടുത്ത് വാങ്ങിയതാണ് ഈ ഗോതമ്പ് അപ്പം എന്നുള്ളത് നമ്മൾ അറിയും. ഞാങ്ങനെ എടുത്ത് അവന്റെ ശിരസിൽ അടിക്കുകയും ചെയ്തു. ഞാങ്ങണ എടുത്തിട്ട് അവന്റെ ശിരസിൽ അങ്ങനെ അടിക്കുന്നു. ആ അടി എങ്ങോട്ടായിരിക്കും എന്നാലോചിച്ച് നോക്കിയേ. അടി ആ മുൾക്കിടത്തുമ്പോഴാണ് അടിക്കുന്നത്. അടിക്കുമ്പോ ഭിത്തിമ സ്റ്റീലാണ് അടിച്ചു കയറ്റുന്നത് പോലെ കർത്താവിന്റെ ശിരസിലേക്ക് മുൾക്കിയുടെ മുള്ളുകൾ ആഴമായിട്ട് തറച്ചിറങ്ങി സൂഹിക്കാൻ പോലും പറ്റില്ല. ഒരെണ്ണമല്ല, എത്ര മുള്ളുണ്ടാവും. അതെല്ലാം അടിയിലേക്ക് ഇറങ്ങി യേശുവിന്റെ അടിക്കുമ്പോ ഒരടിയായിരിക്കും. ടപേന്ന് 2-3 അടിയടിക്കുന്നതിന് എത്ര മുള്ളങ്ങാട്ട് കയറിപ്പോകുന്നതെന്ന് ആലോചിച്ച് അവനെ പരിഹസിച്ചതിന് ശേഷം പുറംകുപ്പായം അഴിച്ചു മാറ്റി അവനെ മുട്ടുകുത്തി അവര് പരിഹസിച്ച്. അപ്പൊ ആ യേശുനാഥൻ ഇട്ടിരിക്കുന്നത് ഇവര് കൊണ്ടുവന്ന ചുമന്ന കുപ്പായമാണ്. അതങ്ങടെ അഴിച്ചു മാറ്റി അവർ. അവന്റെ വസ്ത്രം വീണ്ടും ധരിപ്പിച്ചു. അവൻ ഇന്ന് ഒറിജിനൽ വസ്ത്രം, അവന്റെ ശരിക്കുമുള്ള വസ്ത്രം, തുന്നലില്ലാത്ത ആ വസ്ത്രം വീണ്ടും ധരിപ്പിക്കുകയാണ്.
വീണ്ടും ധരിപ്പിച്ച് കുരിശിൽ തറയ്ക്കാൻ കൊണ്ടുപോയി. ആദ്യം അവർ ഉടുപ്പ് വസ്ത്രം ധരിപ്പിച്ചു. അവിടെ ചെന്നുകൊണ്ട് കുരിശിൽ തറയ്ക്കാനായിട്ട് വേറൊരു സ്ഥലത്തേക്ക് പോകുമ്പോൾ, ഗോൽഗോഥാമലയിലേക്ക് പോകുമ്പോൾ അവൻ്റെ ഒറിജിനൽ വസ്ത്രം, ശരിക്കുള്ള വസ്ത്രം അവനെ ഉടുപ്പിക്കുകയാണ്. എന്നിട്ടാണ് അവർ കൊണ്ടുപോകുന്നത്. 32-ാം വാക്യം, അവർ പോകും വഴി സിയമോൻ എന്നൊരു കിരോനക്കാരനെ കണ്ടുമുട്ടി. വേറൊരു സിയമോൻ കിരോനക്കാരൻ അവനെ കണ്ടുമുട്ടി. അത് ഭയങ്കര ഭാരമേറിയ കുരിശാണ്. ഒന്ന്. രണ്ടാമത്, യേശുവിൻ്റെ ശരീരമെല്ലാം ചമ്മട്ടികൾ കൊണ്ട് അടിച്ച് ഒരു പരുവമാക്കി വെച്ചേക്കുന്നു. അപ്പൊ അതിൻ്റെ ഇടയ്ക്ക് കുരിശും ചുമക്കാന്ന് പറയുമ്പോൾ അത് അതിലും ഭയങ്കരമാണ് അല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. അപ്പൊ ഈ കുരിശ് തോളിൽ വെച്ചാണല്ലോ കൊണ്ടുപോകുന്നത്. തോളിൽ വെച്ച് കുരിശ് ചുമക്കുമ്പോൾ ആ കുരിശിന്റെ ഒരു ഭാഗം ഈ മുൾക്കിഴക്കുന്ന തട്ടുണ്ടാകും. അപ്പൊ ഒന്നും കൂടെ അങ്ങോട്ട് വേദന അടിച്ചു കയറും. 3 പ്രാവശ്യം കുരിശുമായി യേശുനാഥൻ വീഴുന്നുണ്ട്. അപ്പോഴെല്ലാം ഈ മുൾക്കിടം ശിരസിലേക്ക് വീണ്ടും വീണ്ടും ഇറങ്ങിക്കൊണ്ടേയിരിക്കുകയാണ്. യേശുവിന് പരുവമില്ല. യേശു അവസാനം കുരിശിൽ തറച്ചു കഴിയുമ്പോൾ എന്താണ് പറയണത്? പിതാവിനോട് പ്രാർത്ഥിക്കുന്നു, പിതാവേ, ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവർ അറിയുന്നില്ല, ഇവരോട് ക്ഷമിക്കണമേ. ആർക്കെങ്കിലും ഈ ലോകത്തിൽ പറ്റും ഇത്രയൊക്കെ ചെയ്തിട്ട്? യേശുനാഥൻ പ്രാർത്ഥിക്കുന്നു. അവൻ ദൈവപുത്രനാണ്, പച്ച മനുഷ്യനാണ്. ഒരു വാക്ക് ഈ ചെയ്ത് കൂട്ടി ജനത്തെ പറ്റി ഒന്നും യേശുനാഥൻ പിതാവിനോട് മിണ്ടുന്നില്ല. സങ്കടമില്ല, പരിഭവമില്ല, കുറ്റം പറച്ചിലില്ല. അവർ ചെയ്യുന്നത് എന്തെന്ന് അവരറിയുന്നില്ല, ഇവരോട് ക്ഷമിക്കണേ എന്ന് നമ്മുടെ ദൈവമായ കർത്താവ് 3 കാര്യമാണികളാൽ കുരിശിൽ തൂങ്ങിക്കിടന്നുകൊണ്ട് അവൻ പ്രാർത്ഥിക്കുക. ആ പ്രാർത്ഥനയ്ക്ക് വലിയ ശക്തിയുണ്ട്. അപ്പൊ ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കണമെന്നുണ്ടെങ്കിൽ ശ്വാസം എടുക്കണം. അകത്തോട്ട് എടുത്തിട്ട് വേണം അത് പുറത്തോട്ട് വിടാൻ. അപ്പോഴാണ് ആ സ്വരം പുറത്തോട്ട് വരിക. അകത്തോട്ട് എടുക്കുക, പുറത്തോട്ട് വിടണമെങ്കിൽ അല്പം പാടണം. എന്താണെന്നറിയാമോ? ഈ ശരീരം ഏറ്റവും കൂടുതൽ വെയിറ്റ് ഉള്ളത്, ഏറ്റവും കുറഞ്ഞത് 70 കിലോ 80 കിലോ അല്ല, എത്ര കിലോ ഉണ്ടാവുമെന്ന് നോക്കിയോ? അത് മുഴുവൻ ഈ കാരി ഇരുമ്പാണെങ്കിൽ തൂങ്ങിക്കിടന്ന് വെയിറ്റ് ഈ ആണിന് കൊടുത്തിട്ട് വേണം മുകളോട്ട് പൊങ്ങി പറയാൻ. അത്ര കഠിന വേദന, ശ്വാസം കിട്ടാതെ മരിക്കണ ഭാവം നമുക്ക്. ഒന്നാലോചിച്ചു നോക്കി, കുർബാനയുടെ സമയത്ത് ഇങ്ങനെയാണല്ലോ. ദൈവമായ കർത്താവേ, നീ ഈ ബലിപീഠത്തിൽ അർപ്പിക്കുന്ന ബലി ഞങ്ങൾക്ക് ദാനമായി തരുന്ന നിന്റെ ശരീരം. അതിൽ ഈശോണ്ട്. നമ്മളെ നസറനായ യേശു ഈ വെള്ള അപ്പത്തിൽ ഉണ്ട്. അതറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ വിശുദ്ധിയോടെ അവൻ്റെ ശരീരം ഭക്ഷിക്കണം. അവൻ്റെ ഗോൽഗോഥാമലയിൽ കുർബാന സ്ഥാപിച്ചത് എങ്ങനെയാണെന്ന് ഓർത്തിട്ട് ഭക്ഷിച്ചാൽ അതിൻ്റെ ജീവിതത്തിലെ ഒരു അനുഭവമാക്കി മാറും. യേശുവേ നന്ദി, യേശുവേ ആരാധന. കിരോനക്കാരനെ കണ്ടുമുട്ടി യേശുവിന്റെ കുരിശ് എടുക്കുവാൻ അവനെ നിർബന്ധിച്ചു. കാരണം യേശുനാഥൻ വീഴാണ്. അപ്പൊ രാവിലെ വെള്ളിയാഴ്ച പെസഹ ഒഴുക്കിയതപ്പോഴാ വ്യാഴാഴ്ചയാണ്, 3 മണിയായിരിക്കും, ചിലപ്പോൾ 4 മണിയായിരിക്കും. അന്നേരം മുതൽ യേശുനാഥൻ ഒരു ഗ്ലാസ് വെള്ളം പോലും കുടിക്കണില്ല. പിറ്റേ ദിവസം രാവിലെ 9 മണിക്കാണ് കർത്താവിനെ കുരിശിൽ തറയ്ക്കുന്നതെന്നാണ് പറയപ്പെടുന്നത്. അപ്പോ ഒന്ന് ആലോചിച്ച് നോക്കിയ, പട്ടിണിയാണ്,
ഒന്നുമില്ല, കഴിക്കാനും കുടിക്കാനും ദാഹമൊക്കെ സഹിക്കുന്ന യേശുവാണ്. യേശുവേ നന്ദി, യേശു ആരാധന. തലയോട്ടിയിടം എന്നർത്ഥമുള്ള ഗാഗുൽത്തായിൽ എത്തിയപ്പോൾ, തലയോട്ടിയിടം ഗാഗുൽത്ത അവിടെ എത്തിയപ്പോൾ യേശുവിനെ തളർന്നു വീശുന്നത്. കാരണം ഒന്നും ഉറങ്ങിയിട്ടില്ല, ഒരു ഗ്ലാസ് വെള്ളം പോലും കുടിച്ചിട്ടില്ല, 3 വിശപ്പ് എല്ലാം സഹിക്കുന്ന യേശുവാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഗാഗുൽത്ത മലയിലെത്തിയപ്പോൾ അവർ അവനെ കയ്പ് കലർത്തിയ വീഞ്ഞ് കുടിക്കാൻ, കയ്പ് കലർന്ന വീഞ്ഞ് കുടിക്കാൻ യേശുനാഥന് കൊടുത്തു. ഒരുപക്ഷെ യേശുനാഥൻ ചോദിച്ചിട്ടുണ്ടാവും, എനിക്ക് വെള്ളം തരാമോ അല്ലേ? പിന്നെ അവർ കുടിക്കാനായിട്ട് കയ്പ് കലർന്ന വീഞ്ഞ് കുടിക്കാൻ കൊടുത്തു. വീഞ്ഞാണ്, പക്ഷെ അതിനകത്ത് അവർ കയ്പ് നീരൊഴിച്ചു വന്നു. ഈ കുടിക്കണമെന്ന് കാണണമെന്ന് പറഞ്ഞിട്ട് അവൻ അത് രുചിച്ച് നോക്കിയെങ്കിലും കുടിക്കാൻ ഇഷ്ടപ്പെട്ടില്ല. എങ്ങനെ കുടിക്കാനാണ്? കയ്പിൻ്റെ കാഞ്ഞിരക്കുരു വഹിച്ചൊക്കെ കുടിക്കാൻ പറ്റും. വീഞ്ഞാണ്. കണ്ടപ്പോൾ നല്ല രസമായി വഹിച്ചു, വളരെ എന്താ പറയാല്ലേ, കായ്ച്ച് പൊരിഞ്ഞിരിക്കുമ്പോൾ ഒരു ഗ്ലാസ് വെള്ളം അല്ലെങ്കിൽ വീഞ്ഞ കിട്ടുമ്പോഴത്തേനും ഭയങ്കര ആക്രാന്തത്തോടെ മേടിച്ചതാണ് കുടിക്കാൻ പറ്റും. പക്ഷേ അവനത് കുടിക്കാൻ പറ്റിയില്ല, ഇഷ്ടപ്പെട്ടില്ല, കുടിക്കാൻ ഇഷ്ടപ്പെട്ടില്ല. കാരണം രുചിച്ച് നോക്കിയിട്ടുണ്ടാവും, വായിൽ വയ്ക്കാൻ പറ്റുന്നു. ഹല്ലേലൂയ. അവനെ കുരിശിൽ തറച്ച ശേഷം, കുരിശിൽ തറയ്ക്കുന്നത് 3 കാര്യപാളികളിൽ യേശുനാഥനെ കുരിശിൽ തറച്ച ശേഷം അവർ അവൻ്റെ വസ്ത്രങ്ങൾ കുറിയിട്ടു ഭാഗിച്ചെടുത്തു. കുരിശിൽ തറയ്ക്കാൻ നേരത്ത് ആ വസ്ത്രം വീണ്ടും അവർ ഉരിഞ്ഞു മാറ്റി, എന്നിട്ട് നഗ്നനാക്കിയിട്ടാണ് കുരിശിൽ കിടക്കുന്നത്. യേശുവേ നന്ദി, യേശുവേ ആരാധന. അങ്ങനെ അവർ എന്ത് ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കുരിശിൽ തറച്ചതിന് ശേഷം അവർ അവൻ്റെ വസ്ത്രങ്ങൾ കുറിയിട്ടു ഭാഗിച്ചു. കുറിയിട്ട്, കാരണം ആ ക്രിസ്ത്യൻ്റെ പ്രത്യേകത തുന്നലില്ല. കൈയുടെ അവിടെ തുന്നലില്ല, ഷോളറിൻ്റെ അവിടെ തുന്നലില്ല, തുന്നലില്ലാതെ നെയ്തെടുത്തതായിരുന്നു. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. അനന്തരം അവർ അവിടെ അവനെ കാവലിരുന്നു. കുരിശിൽ തറച്ച ശേഷം അവർ അവിടെ ഇരുന്ന് കാവലിരുന്നു. ഇവൻ യഹൂദരുടെ രാജാവായ യേശുവാണ്. അവർ പറയുന്നു 37-ാം വാക്യം, ഇവൻ യഹൂദരുടെ രാജാവായ യേശുവാണ് എന്ന് ആരോടെ രാജാവായ യേശുവാണ് എന്ന് പറഞ്ഞവനെ ആക്ഷേപിക്കാൻ തുടങ്ങി. ഇവൻ യഹൂദരുടെ രാജാവായ യേശുവാണ് എന്ന് ആരോപണം അവർ അവന്റെ ശിരസിന് മുകളിൽ എഴുതി വെച്ചു. യഹൂദരുടെ രാജാവായ ക്രിസ്തു. ഹല്ലേലൂയ. അവനോടുകൂടെ 2 കവർച്ചക്കാരെയും അവർ ക്രൂശിൽ തറച്ചു. 2 കള്ളന്മാരെ അപ്പുറത്തും ഇപ്പുറത്തും തറച്ചു. നടുവിൽ യേശുനാഥൻ. ഒരുവനെ വലത്തും അവരെന്നെ ഇടത്തും. അതിലെ കടന്നു പോയവർ തല കുലുക്കി. അപ്പൊ ഇങ്ങനെ 3 കുരിശാണ്. 3 കുരിശിൽ 3 വ്യക്തികളാണ്. 2 കള്ളന്മാര് അപ്പുറത്തും ഓരോരുത്തര്, നടുവിൽ ദൈവപുത്രൻ. എന്നിട്ട് കാണുന്നവരെയൊക്കെ തല കുനിക്കിയിട്ട് കളിയാക്കി
ആക്ഷേപിച്ചുകൊണ്ട് പോകണം. ഹല്ലേലൂയ. അതിലെ കടന്നു പോയവർ തല കുലുക്കിക്കൊണ്ട് അവനെ ദുഷിച്ചു പറഞ്ഞു. തല കുലുക്കിക്കൊണ്ട്, അല്ലേ, ഞങ്ങൾ എന്താ പറയാ? അപ്പൊ അതെല്ലാം യേശുനാഥൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. എന്നിട്ട് അവര് പറയേ, ദേവാലയം നശിപ്പിച്ച് 3 ദിവസം കൊണ്ട് അത് പണിയുന്നവനെ, 3 ദിവസം കൊണ്ട് ദേവാലയം നശിപ്പിക്കും, അത് പണിയുന്നവനെ കുരിശ് വിട്ട് ഇറങ്ങി വരാനായി പറയും. യേശു പറഞ്ഞത് എന്തായിരുന്നു? അവൻ്റെ ശരീരമായ രക്തവും ശരീരവും ഹാസയിലും പിലാസയിലും ഉണ്ടാവും, ബലിപീഠത്തിനടുത്ത് താരയിൽ ഉണ്ടാവും എന്നുള്ളതൊക്കെയാണ് പറഞ്ഞിരുന്നത്. പക്ഷെ അവർക്കത് മനസ്സിലാക്കാനുള്ള കൃപയോ ഒന്നും അവർക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. നിന്നെ തന്നെ രക്ഷിക്കുക, അങ്ങനെയൊക്കെ പറഞ്ഞ് ആക്ഷേപിച്ചിട്ട് പറയുന്നു, നിന്നെ തന്നെ രക്ഷിക്കുക. നീ ദൈവപുത്രനാണെങ്കിൽ കുരിശിൽ നിന്നും ഇറങ്ങി വരിക. വീണ്ടും പറയുന്ന, നീ കുരിശിൽ നിന്നും, നീ ദൈവപുത്രനാണല്ലോ, അല്ലേ, എങ്കിൽ പിന്നെ നീ കുരിശിൽ നിന്ന് ഇറങ്ങി വാ, ഞങ്ങളൊന്ന് കാണട്ടെ എന്നൊക്കെ യേശുനാഥൻ അങ്ങോട്ട് പറയുന്നു. ഹല്ലേലൂയ. യേശുനാഥനെ പറയിപ്പിക്കും, ചുറ്റും താഴെ നിന്നുണ്ട് കുറ്റപ്പെടുത്തുന്നു. നീ ദൈവപുത്രനാണെങ്കിൽ കുരിശിൽ നിന്ന് ഇറങ്ങി വരിക. ഒരു കളിയാക്കിക്കൊണ്ട് വെല്ലുവിളിക്കുന്നു. ഹല്ലേലൂയ. പ്രകാരം തന്നെ പ്രധാന പുരോഹിതന്മാർ, നിയമജ്ഞരും പ്രമാണികളുമൊക്കെ അവനെ പരിഹസിച്ചുകൊണ്ട് പറഞ്ഞു. ഇതുപോലെ തന്നെ എല്ലാവരും പുരോഹിതന്മാരും, അന്ന് നമ്മൾ വായിച്ചു 5000 പേർക്ക് അപ്പം കൊടുക്കുന്നുണ്ടല്ലോ, അതിൽ കൂടെ കുറേ സ്ത്രീകളുണ്ടാവും. 5000 പുരുഷന്മാരുണ്ടെങ്കിൽ അതിന് 5000 സ്ത്രീകളുണ്ടാവും. 4000 പുരുഷന്മാർക്ക് അപ്പം കൊടുക്കും, 12000 പേര് പുരുഷന്മാരുണ്ടാവും, സ്ത്രീകൾ. 4000 പുരുഷന്മാരാണെങ്കിൽ 3 മടങ്ങ് കൂടുതൽ സ്ത്രീകൾ. അവരൊക്കെ ഈ കൂട്ടത്തിലുണ്ടാവും. അവരൊക്കെ തല കുലുക്കി, നീ ദൈവപുത്രനാണെങ്കിൽ കുരിശിൽ നിന്ന് ഇറങ്ങി വരിക, 3 ദിവസം കൊണ്ട് നീ ദേവാലയം പുതുക്കി പണിയെന്ന് പറഞ്ഞവനെ, നീ നിന്നെ തന്നെ രക്ഷിക്കാന്നൊക്കെ പറഞ്ഞ് കളിയാക്കി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. അതിൽ ഈ അപ്പം തിന്നവരൊക്കെ ഉണ്ടാവും. അതാണ് യേശു അന്ന് പറഞ്ഞത്, നശ്വരമായ അപ്പത്തിന് വേണ്ടി അധ്വാനിക്കാതെ ജീവന് തരുന്ന അപ്പത്തിന് വേണ്ടി അധ്വാനിക്കാനൊക്കെ കർത്താവ് പറയുന്നുണ്ട്. ഇവൻ മറ്റുള്ളവരെ രക്ഷിച്ചു, തന്നെ തന്നെ രക്ഷിക്കാൻ ഇവന് സാധിക്കുന്നില്ലേ? വീണ്ടും യേശുനാഥനെ കളിയാക്കി വെല്ലുവിളിക്കുകയാണ്. നീ മറ്റുള്ളവരെ രക്ഷിച്ചു, നിന്നെ തന്നെ രക്ഷിക്കാൻ നിനക്ക് സാധിക്കുന്നു. നീ എന്തിട്ട് ദൈവപുത്രനാണെന്നൊക്കെ പറഞ്ഞു. ഇതൊക്കെ വളരെ ചെറുതായിട്ടാണ് ഇവിടെ അറിഞ്ഞത്. ഇതൊന്നും ആയിരിക്കില്ല അവിടെ പറഞ്ഞത്, ഇതിൻ്റെയൊക്കെ ഇരട്ടിയായിരിക്കും. മത്തായിയുടെ സുവിശേഷത്തിൽ ഇതെല്ലാം വളരെ ഷോർട്ട് ഹാൻഡ് ആയിട്ട് എഴുതി വെച്ചേക്കാണ്. ഇതിൻ്റെയൊക്കെ ഇരട്ടിയായിരിക്കും അവർ കിടന്ന് പറഞ്ഞ് അട്ടഹസിക്കുന്നത്. ഇവൻ ഇസ്രായേലിന്റെ രാജാവാണ്. വീണ്ടും പറയുന്നു, ഇവൻ ഇസ്രായേലിന്റെ രാജാവല്ലേ, പിന്നെന്താണ്? ഇവിടെ ഇറങ്ങി വരട്ടെ, ഇത് ദൈവപുത്രനാണെന്നല്ലൊക്കെ പറഞ്ഞു. ദൈവപുത്രൻ എന്താണ്, ഇറങ്ങിക്കൂടെ? കളിയാക്കി ചിരിച്ചുകൊണ്ടിരിക്കുന്നു. കുരിശിൽ നിന്നും ഇറങ്ങി വരട്ടെ. വീണ്ടും പറയുന്നുണ്ട്, കുരിശിൽ നിന്നും ഇറങ്ങി വരട്ടെ, ഞങ്ങൾ ഇവനിൽ വിശ്വസിക്കാം, ഞങ്ങൾ ഇവനിൽ വിശ്വസിക്കാം. ദൈവകൃപ നിറഞ്ഞ പറയുന്നത്, സ്വസ്തി കർത്താവിനോടുകൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു, അങ്ങയുടെ ഒരു ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. രക്ഷിത മറിയമേ, തമ്പുരാന്റെ അമ്മേ, ഭാവിയിലായ ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ സമയത്ത് തമ്പുരാനുടെ അപേക്ഷകളെ ആമേൻ. നീ കുർബാനയിൽ പങ്കെടുക്കുന്ന എല്ലാ സഹോദരങ്ങളെയും യേശുവിന്റെ ശരീരത്തെ ഭക്ഷിക്കുമ്പോൾ അവരെ അനുഗ്രഹിക്കണമേ. അവരുടെ കുടുംബങ്ങളിൽ ഓരോ കുടുംബങ്ങളെയും കർത്താവിന്റെ ആണിപ്പുകളെ കരമിറങ്ങി വരണമേ, അനുഗ്രഹിക്കണമേ. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. തിന്മയുടെ ശക്തികൾ, അന്ധകാര ശക്തികൾ, പശ്ചാശക്തികളെല്ലാം കുടുംബത്തിൽ നിന്ന് കത്തിച്ചാരമായി പോണമേ. ഈ വചനം കേൾക്കുമ്പോൾ, ഈ വചനത്തിന്റെ സ്വരം ഓരോ മുറിയിലും കേൾക്കുമ്പോൾ സാത്താന്റെ ഭീകരന്മാർ ഏതെങ്കിലും പീഡിപ്പിക്കുന്നുണ്ടെങ്കിൽ അലറി കൂകി പുറത്തോട്ട് പോകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ
ആമേൻ. ആവേ മരിയ. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിനറിയാം നിന്റെ സഹനത്തിൻ വേദന